നമസ്കാരം. വിശപ്പും ദാഹവും തമ്മിൽ നിങ്ങൾക്ക് തെറ്റാറുണ്ടോ? എന്നാൽ അത് ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. പല ആളുകൾക്കും പറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇത്. വിശക്കുന്ന സമയത്ത് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ദാഹിക്കുന്ന സമയത്ത് വിശക്കുകയാണെന്ന് കരുതി ഭക്ഷണം കഴിക്കും. രണ്ടാമത് പറഞ്ഞാണ് പലരുടെയും കേസുകളിൽ സംഭവിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, ദാഹിക്കുന്ന സമയത്ത് വിശക്കുകയാണെന്ന് കരുതി ഭക്ഷണം കഴിക്കുക. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദഹന പ്രശ്നങ്ങൾക്ക് വിധേയമാകും. ഇത് ശീലമായാലോ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വിധേയമാകുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രധാനമായി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു മുൻവിധിയായിട്ട് എടുക്കുക. വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും ഒക്കെ ഇക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഏതാണ് നമുക്ക് കൃത്യമായിട്ട് ആവശ്യം വേണ്ടതായിട്ട് ഉള്ളത് എന്നുള്ള കാര്യം. രണ്ടാമതായി, ദാഹിക്കുമ്പോൾ വിശക്കുകയാണെന്ന് കരുതി ഭക്ഷണം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൊട്ടു മുൻപായി നാം കഴിച്ച ആഹാരത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഗുണമേന്മയാണ് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് കൂടുതൽ കഴിച്ചു, അതുപോലെ തന്നെ നല്ലവണ്ണം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചതെങ്കിൽ ഓർക്കുക, അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് വിശപ്പല്ല, ദാഹമാണെന്ന്. ഞാൻ ഇത്തരത്തിൽ കാര്യം സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒട്ടേറെ പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി പല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ആശുപത്രിയിൽ പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓർക്കുക, വിശപ്പും ദാഹവും തമ്മിൽ തെറ്റുന്നവർ ഒട്ടേറെ പേരുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം.